കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കണ്ടീഷൻ ഇങ്ങനെയാണ്: ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു. ഡിസ്പ്യൂട്ടിൻ്റെ ഫലമായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഭാര്യ ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ചെലവിന് കൊടുക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്നും ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതെന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്? കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയ്ക്കും കുട്ടിക്കും ചെലവ് കൊടുക്കാൻ പറ്റില്ല എന്ന് കോടതിയോട് പറഞ്ഞാൽ കോടതി അത് അംഗീകരിക്കും എന്നുള്ള ഒരു മൂഢ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ള വിധി ഇങ്ങനെയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ടേക്കിംഗ് സ്റ്റഡി ഹോളിഡേ ഓർ ആൻ അക്കാഡമിക് ബ്രേക്ക് cannot exempt man from paying maintenance to his estranged wife and child എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതുപോലെയുള്ള പരിപാടികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യനെയും കുട്ടീനെയും നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്. ചില കണ്ടീഷൻസ് അതിൽ ആപ്ലിക്കബിളുമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.